ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പൈതൃകത്തിൽ നിന്നും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് ആസാനീസേ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ പറയാനുള്ളത് അല്ല, എനിക്ക് പറയാനുള്ളത് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിൽ ഈ കൊടിക്ക് കീഴിൽ അണിനിരക്കുവാൻ 100,000 പ്രവർത്തകരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ അവർ കൂട്ടമായി വന്ന് ആവശ്യപ്പെട്ടാൽ അതിൽ നിന്നും കുറച്ചുപേരെ എടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ അതിൽ നിന്നും തയ്യാറാക്കിയ ഒരു നീണ്ട ലിസ്റ്റ് എന്റെ കൈവശം. യുവാക്കളുടെ രോമാഞ്ചം സഖാവ് ബാബുരാജിന് അത് ഞാൻ കൈമാറുകയാണ്. അതിന്റെ 35 പൈസ GST ലഭിക്കുന്നത് കേന്ദ്രത്തിനാണ്. അത് ഇവർക്ക് സഹിക്കില്ല. കേരളം എന്ന മൂലക്കടയിൽ പെട്ട് ഒതുങ്ങിപ്പോയ ഈ ആഗോള പാർട്ടിയിലേക്ക് പോകുന്നവരെ. പ്രിയ സഖാക്കളെ, ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു UDP യിൽ നിന്ന് LDP യിലേക്ക് വരുന്ന പ്രിയങ്കയെ സ്വാഗതം ചെയ്തോളൂ. സഖാവ് പ്രിയങ്കയെ സ്വാഗതം ചെയ്തോളൂ. നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് വിപ്ലവ സമര നായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ മകൻ ശ്രീ മോസ്കോ സണ്ണി. അടുത്തതായി LDP യിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു UDP അംഗമായിരുന്ന PP കുഞ്ഞുമോൻ, ഇപ്പോൾ സഖാവ് PP കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ വരൂ. പോകുന്നതിന് മുമ്പ് ഏക് ബാർ ചിന്തൻ കർക്കെ ദേഖോ സുനോ. ഏറിപ്പോയാൽ ഒരു അണ്ടി ഫാക്ടറി, അതിൽ കൂടുതൽ ഒന്നും അവിടെ നിന്ന് കിട്ടാനില്ല. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ ഇങ്ങോട്ട് വരുന്ന ദേശസ്നേഹികളെ, നിങ്ങൾക്ക് MP സ്ഥാൻ മുതൽ എത്രയെത്ര അവസരങ്ങൾ ഹേ. ആവോ കുഞ്ഞുമോൻ ആവോ. ചിന്താമത് കരോ. ആവോ കുഞ്ഞുമോൻ വരൂ, കടന്നു വരൂ. കുഞ്ഞുമോൻ അങ്ങനെ ഒരു ദേശസ്നേഹിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അടുത്തതായി UDP അംഗങ്ങളായിരുന്ന സർവോപരി എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ KP സുരേഷിനെയും രാധനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഖദർമുക്ത ഭാരതത്തിനായി KP സുരേഷിനെയും രാധനെയും LDP യിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന ദേശസ്നേഹികളെ, എന്റെ ചേട്ടാ, നമ്മളിത് എങ്ങോട്ടാ പോണ? വെയിലുകൊണ്ട് മതിയായി, കുറെ നേരം ആയില്ല. സസ്പെൻസ് കളയാതൊന്ന് പറയോ? എന്റെ സുരേഷ് നടങ്ങ്. നമ്മൾ പാർട്ടി ഗ്രാമത്തിലേക്ക് ഒരു സ്റ്റഡി ടൂർ പോവല്ലേ? അതിന് ഈ ഗാലാൻഡി പോയ പോരെ? ഞങ്ങൾ എറണാകുളത്ത് സമ്മേളനത്തിന് മുമ്പ് അവിടെ തന്നെയായിരുന്നു. എന്ത് രസവും. ബാബുരാജേ, ഇവര് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. തെറിച്ചു പോയാനിപ്പൊ. ഹെൽമെറ്റ് എടുത്താൽ മതിയായിരുന്നു. എന്ത് പൊടിയാ. ഇറങ്ങാം. പെങ്ങളുടെ കൊച്ചിന്റെ കളിപ്പാട്ടം ഇതിനുണ്ട്. ഇതാണോ പാർട്ടി ഗ്രാമം? അല്ല, ചോദ്യങ്ങളാണ് ഓരോ വിപ്ലവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. സംശയം അത് നല്ലതാ, അതൊരു നല്ല പാർട്ടിപ്പെടുത്തുന്ന ലക്ഷണമാണ്. പക്ഷെ ചോദിക്കുമ്പോൾ സമയവും കാലവും ആളും തരവും നോക്കണം. പിന്നെ പാർട്ടി ഗ്രാമത്തിലേക്ക് കുറച്ചുകൂടെ. അവിടോട്ട് ഈ വണ്ടി പോകാഞ്ഞിട്ടല്ല, ഈ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങിയാൽ അണികൾ ചിന്തിച്ചു തുടങ്ങും നമ്മൾ ബൂർഷ്വാ ലൈനാണോ എന്ന്. അങ്ങനെ അവർ ചിന്തിക്കാൻ പാടില്ല. അവരെന്ന് ചിന്തിച്ചു തുടങ്ങുന്നോ അന്ന് കട്ടയം പുടവണം. അത് ശരിയാ. ബംഗാളിലും ത്രിപുരയിലൊക്കെ അവര് ചിന്തിച്ചതിന്റെ കണ്ടത്. ഇപ്പോഴും ഒരു വലതുപക്ഷ കൈവശം അകത്ത് കിടപ്പുണ്ട് അല്ലേ? പേടിക്കണ്ട, അതെല്ലാം കക്കി വെളിയിലെടുക്കുന്ന മന്ത്രവാദിക്കോട്ടാ പോകുന്നത്. കണ്ടോ, വണ്ടി വന്നല്ലേ? നവാഗതർ വരൂ. തിരിച്ചോളൂ. സൈഡ് സീറ്റ് ഞാൻ വണ്ടി കൊണ്ട് തണുത്തിടണം. കാശ് മുടക്കം എനിക്കാ. വിളിച്ചോളാം, അപ്പൊ വന്നാ മതി കിട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ ഇത്രയും വലിയ വീടാ. ഇയാളെ നാക്കിനൊരു റെസ്റ്റില്ലല്ലോ. എപ്പോ തുടങ്ങിയതാണ് ബഹളം? കണ്ട, തുറന്നു കിടക്കുക. ഓപ്പൺ യൂണിവേഴ്സിറ്റിയാ. ഇങ്ങോട്ട് കേറിയോ സുരേഷേ? വലത് കാലം ചെരുപ്പൊന്നു കയറി വാ. അതെ, അയാൾക്ക് പറഞ്ഞു മാറിപ്പോയതാ. നമ്മളിപ്പോ ലെഫ്റ്റാ. ഇടത് കാലിൽ ചേറി. ഇടത് വലത് കാലിന്റെ ഇപ്പുറത്ത് 2 കാലിലുള്ളൂ. അതെ ദൈവമേ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. സർ, ലാൽ സലാം. സുരേഷേ, ഇവരെയൊക്കെ അറിയാമോ? ഈ
ആദ്യം ഇരിക്കുന്നത് സഖാവ് പി കൃഷ്ണപിള്ള, രണ്ടാമത് പാട്യം ഗോപാലൻ, മൂന്നാമത് ചടയം ഗോവിന്ദൻ. അപ്പൊ നമ്മുടെ പാർട്ടിയിൽ ജി ഇല്ലാലേ? ഉണ്ടല്ലോ, ഒരേ ഒരു ജിയേ ഉള്ളൂ, AKG. ഞങ്ങളുടെ പഴയ പാർട്ടിയില് എല്ലാം ജിയാ. ചാണ്ടിജി, രമേശ്, ഞാൻജി, മോൻജി. സഖാവേ, ഇതാണ് കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, നമ്മുടെ പാർട്ടിയുടെ ട്രെയിനിയാണ്. ഇനിയുള്ള 2 ആഴ്ച ഇൻസെന്റീവ് അല്ല, കഠിനമായ കോച്ചിങ് ആയിരിക്കും. അല്ലേ? അപ്പോ രാവുകാരൻ കഴിഞ്ഞതിക്ക് ഈ 2 പേരെയും അങ്ങയുടെ കരാളഹസ്തങ്ങളിലേക്ക് ഏൽപ്പിക്കാം. രാഹുകാലം കരാളഹസ്തം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അല്ല ശരി, മാസ്റ്റർ പാഠം അല്ല പഠിപ്പിച്ചു, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്താ ലാൽ സലാം. ലാൽ സലാം. ചുമ്മാ പഠിച്ചു. അല്ല ഞാനില്ല. ഞങ്ങള് ആ നിങ്ങളിരിക്കി. ഞാൻ വെറുതെ ഗോവലയുടെ ചായക്ക് മധുരം ഇട്ടിട്ടില്ല കേട്ടോ. എന്നാലും അവനെ ചെയ്ത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. ഞാനിനി മഹാത്മാക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് അച്ഛനെന്തിനാ കാണിക്കുന്നേ? സീറ്റ് വേണം, എന്നെ തോൽപ്പിക്കണം, അതിനുള്ള പോക്കാ. ചായ കുടിക്കാൻ പോലും മനസ്സ് വരുന്നില്ല. നെഞ്ചിനകത്ത് എന്തോ ഒരു ഭാരം. അത്ര ഭാരമൊന്നും കേട്ടണ്ട. നമ്മൾ എന്തൊക്കെ കണ്ടതാ. കാറ് കച്ചവടം, വിസ കച്ചവടം, ആക്രി കച്ചവടം, അതുപോലെ അവന്റെ അടുത്ത നാടകം കമ്മ്യൂണിസം. സിലബസ് ആദ്യം താഴേന്ന് തുടങ്ങാം. ആദ്യം ലുക്ക് സെറ്റായാൽ പകുതി സെറ്റായി. സുരേഷ് വാ. എന്റെ ലുക്ക് ഓക്കെ അല്ലേ? മുണ്ടഴിച്ചേ, അഴിച്ചോ. അയ്യേ, എന്താ ഇതിവിടെ പറ്റില്ല. കാക്കി പോയിരുന്നോ? ഞാൻ പേടിച്ച്. ഞാൻ തെറ്റിദ്ധരിച്ചു. ഡെമോ കാണിച്ചു തരാം, എന്നെ ശ്രദ്ധിക്കൂ. കണ്ട UDP കാരെല്ലാവരും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത്. ഓ, നമ്മുടെ പാട്ടിൽ അങ്ങനെയല്ല. കര കൃത്യം നടുക്ക് വരണം. നടുക്ക് ശരിയാവോ? ശീലമായിക്കോളും. നീങ്ങ വന്നേ. ഞാനാ നിക്കറില്ലേ? പാർട്ടിയിലെ അണികളെ പോലെ അനുസരണയോടെ വരിവരിയായി നിർത്തണം മുടിയിഴകളെ. ഇപ്പോഴും വരുന്ന കണ്ടോ? അപ്പൊ ശരിക്കും കോമ്രേഡ് മിന്നലാവും. അയ്യോ, എനിക്കും KPക്കൊക്കെ ഒരു ചങ്കുള്ളൂ. അത് കുഴപ്പമാവോ? പറയാം. അത് ശരിയല്ലോ, കുഴപ്പമാവോ? രാധൻ അവിടെ പോയിരിക്കും. നിലപാടിൽ അടിയുറച്ച്, പതറാതെ കുതറാതെ കരളുറച്ച് നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും. ഷർട്ട് ഫുൾ കൈ ആണെങ്കിൽ മുട്ടിന് മുകളിൽ നിൽക്കണം കൈയുടെ മടക്ക്. ബീഡിയോ തീപ്പെട്ടിയോ തുളസിയോ ശംഭുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ. അത് കറക്റ്റാ. പക്ഷെ സഖാവ് സാർ എന്താണ് ഫ്രീക്കനായിട്ട് എടുക്കുന്നത്? താത്വികാചാര്യന്മാർക്ക് എന്തുമാവാമല്ലോ. എഴുതിക്കോ. കേന്ദ്ര സർക്കാരിന്റെ എണ്ണവില വർധനയ്ക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം. അത് UDPയുടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ്. അതാണ് അല്ലേ? മറ്റൊരു സുദിനം കൂടിയാണെന്ന്. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി 2,25,301 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. എവിടെ ചെയ്യാത്ത മുമ്പെങ്ങന്നേ എല്ലാരും ചെയ്തു. നിക്ക് അഴകുമിഴി യോജനപ്പെടുത്തിയേ ഞാൻ തന്ന സൺഗ്ലാസ് എന്തി? വെച്ചു, എല്ലാരും വെച്ചു. അപ്പോ നിങ്ങളിത് ഫിനിഷ് ചെയ്തോ. എനിക്കൊരു കലങ്ക് തുറന്നു കൊടുക്കാനുണ്ട്. അതെ, ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്നൊക്കെ കൊള്ളാം. 3 മണിയാകുമ്പോ സന്ധ്യ എന്ന് പറഞ്ഞ് പോയി കളയരുത്. അല്ലെങ്കിലേ തൊഴിലുറപ്പെന്നാണ് പഞ്ചായത്തിൽ പരാതി.
ഈ ചിരിയുടെ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ. ഇതെന്താ വഴിതടയൽ സമരോ? ഹരിറാവ് ചൗധരിയെ മണിയടിച്ചെന്റെ സീറ്റ് കളഞ്ഞതിനുള്ള പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. താൻ പാർട്ടിക്ക് കൊള്ളാത്തവരാണെന്ന് പാർട്ടിക്ക് തോന്നിയത് എന്റെ കുറ്റമാണോ? നിന്റെ അമ്മയെ ഇല്ലാതാക്കിയത് ഞാനാണെന്ന് എന്റെ പഴങ്കഥയുണ്ടല്ലോ, അതിന് പകരം വീട്ടിയതാണെന്ന് എനിക്കറിയാം. പക നിനക്ക് മാത്രമല്ല എനിക്കുണ്ട്, മറുപടി കിട്ടും, സൂക്ഷിച്ചോ. എന്നാ വാടോ. നീ അധികം വിളയണ്ട, ക്രഷറിൽ പാറ മാത്രല്ല എല്ലും പൊടിക്കും. മണൽ കടത്തി ഉണ്ടാക്കുന്ന കാശിന്റെ വിളച്ചിൽ എന്റെ അടുത്ത് എടുക്കണ്ട കേട്ടോ. എന്താടാ അനി കേറ്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോടാ. നീ ചെവി നുള്ളിക്കോ, നിന്റെ നാശം തുടങ്ങി. നമ്മൾ നവോത്ഥാനവും നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു. എനി ഡൗട്ട്സ്? രാഷ്ട്രീയക്കാരന്റെ പ്രാണവായുവാണ് പ്രസംഗം. ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം. തള്ളില് കേപ്പി സൂപ്പറാ. ആണോ? എന്നാ ഒരു പെട്രോൾ വില വർധനയെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എന്തിനെ കുറിച്ചാണ്? പെട്രോൾ. ഞാനിവിടെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില വർധനയെ കുറിച്ചാണ്. പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഓരോ ദിവസം പെട്രോളിന്റെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതെന്താണത്? ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന്റെ വില കൂടുകയില്ലേ? ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പമ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ പെട്രോൾ അടിക്കാൻ നേരത്തെ പെട്രോളിന്റെ വില കൂടുകയില്ലേ? ഇതെന്താണിത്? ഇതിങ്ങനെയാണോ ഇത്? പെട്രോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? എന്താടാ ഇത്? എന്ത് പെട്രോളാണിത്? എന്ത്? അതെ, നമ്മുടെ പാർട്ടിക്ക് പ്രസംഗത്തിന് അതിൻ്റെതായൊരു ശൈലിയുണ്ട്. എന്താ? ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കൂ, ഇരിക്കൂ. സോറി സഖാവേ, താങ്ക് യു. സഹകളെ, അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $63. നമ്മുടെ രാജ്യത്ത് നോക്കൂ, ഇവിടെ ലിറ്ററിന് വില $91.50. എണ്ണ കമ്പനികളുടെ കുത്തകക്ക് കൊടിപിടിക്കുകയാണ് കേന്ദ്രം. അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ്. GDP വെറും 2%. ഭൂശ്വാസികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അല്ല സഖാവേ, ഈ ക്രൂഡ് ഓയിലിന്റെ വിലയൊക്കെ എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്ന് കിട്ടാൻ? വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ. റേഷൻ, കേന്ദ്ര സഹായം, GDP, ADGP എല്ലാം എങ്ങനെയല്ലേ? ഇതൊക്കെ വായി വന്നില്ലെങ്കിലും പതറരുത്. അതിനുള്ള ക്യാപ്സൂള് പാർട്ടി തരുന്നതാണ്. ന്യായീകരിച്ചോ? അടുത്ത പോയിന്റിലേക്ക് വരാം. കാലോചിതമായ തിരുത്തൽ നമ്മുടെ വൊക്കാബുലറിയും വന്നു ചേർന്നിട്ടുണ്ട്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, വിത്തം, കഫം എന്നൊക്കെ പറഞ്ഞ പിള്ളേര് ട്രോളും. പകരം ഫാസിസം, ഭരണഘടന, അസഹിഷ്ണുത, ആർത്തവം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഹാഷ്ടാഗ് എന്നൊക്കെ മതി. വന്നട്ടെ കേട്ടോ. ചേട്ടാ, കൂൾ ഡ്രിങ്ക്സ്. ഹാപ്പി മെരിറ്റ്. നമസ്കാരം. ചേച്ചി, നീ എന്തുവാടി ഗിഫ്റ്റ് കൊടുത്തേ? നമുക്ക് പിന്നെ കാണാം. ഇപ്പൊ വരേ. ആഹാ, കൊള്ളാലോ. കല്യാണം ഇഷ്ടായോ? ഞാൻ പറഞ്ഞില്ല. അഞ്ജലി ചേച്ചി സുരേഷ് വിളിച്ചായിരുന്നു ചേച്ചി? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു, പക്ഷെ എടുക്കുന്നില്ല. പരാതി വരട്ടെ. മെമ്പറെ, എന്താ വഴിയൊക്കെ? റബ്ബർ കൃഷി വല്ലതും തുടങ്ങിയോ? ഏയ്, നിങ്ങളെ സുരേഷിനെ എങ്ങോട്ടാ മാറ്റിയേ? സോറി, അത് പറയാൻ പറ്റില്ല, പാർട്ടി രഹസ്യ. റബ്ബറിന്റെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. എത്ര ദിവസമായി? മടുത്തടാ, മടുത്ത്.
ഈ പഠിത്തവും എഴുത്തവും ശരിയാവത്തില്ല. ഒന്നും ചെയ്യണ്ടാത്ത നമ്മുടെ പാർട്ടി എന്തൊരു സ്വർഗം എന്നല്ല, സ്വർഗം. KP, ഇത് നമ്മുടെ ലാസ്റ്റ് ഹോപ്പാ. കോപ്പാണ് ഈ ക്ലാസ്സും പരീക്ഷയും ഇമ്പോസിഷനും. ഞാൻ ഉസ്മാൻക്ക് അടുത്ത് പറഞ്ഞ് വിസോപ്പിച്ച് ഗൾഫിൽ പോവാ. അവിടെ ചെന്ന് മരുഭൂമി കളിച്ചാൽ പോലും ഇതിനും മനസ്സമാധാനം കിട്ടും. മെമ്പറായാലും ഫണ്ട് പിരിക്കാൻ ഗൾഫിൽ പോവാലോ. കൊള്ളാം. സോറി. കണ്ണ് തെറ്റിയതും നല്ല ഘോര മദ്യപാനത്തിനാണുള്ള സഹാക്കൾ. KP ഉണ്ട്. മ്ലേച്ഛം. ഇച്ചിരി പേടിക്കണ്ട, പാർട്ടി എതിരല്ല. ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം. സത്യം. സർക്കാരിന്റെ ഊർജവും. അതേ നീ ആ എന്നാ എനിക്കൊഴുക്കി ഒരു 50. ആ കുപ്പിവെള്ള കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ്. ട്രൈയാ. ഇന്നു മുതൽ ഞാനും ടച്ചിങ്സ്. ലാൽ സലാം. അല്ല ടച്ച് എന്തടിയാണല്ലേ അതാ LDPയുടെ ജില്ലാ സെക്രട്ടറി മേനാശ്ശേരി മനോഹരൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പൊ അജണ്ട പറ. ആദ്യം ഇതിനകത്തൊന്നും ഇറങ്ങട്ടെ. സഖാവേ, UDP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് കുറെ ദിവസമായി. നിങ്ങളുടെ പ്രഖ്യാപനം എന്നും ഉണ്ടാകുമോ? UDPയിൽ സീറ്റ് നിർണയമല്ലല്ലോ, വീതം വെപ്പല്ലേ നടക്കുന്നത്. പാർട്ടിയിലേക്ക് പുതുതായി ചേർന്നിട്ടുള്ള KP സുരേഷിന് നിങ്ങൾ സീറ്റ് കൊടുക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കീഴ്വഴക്കങ്ങൾ. ലാൽ സലാം. അപ്പോ 14 നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഖാവ് ബിജോയിയാണ്. വിയോജിപ്പുണ്ട് സഖാവേ. ബാർ മുതലാളിയെ ഇത്തരം ബൂർഷകൾക്കൊപ്പം അല്ല പാർട്ടി നിൽക്കുന്നത്. കുലംകുത്തികളുടെയും നികൃഷ്ടജീവികളുടെയും ഭാഷയിൽ സഖാവ് സംസാരിക്കരുത്. പാർട്ടി കോൺഗ്രസ് ഒന്നും പെണ്ണുങ്ങളുടെ മധുരം എന്നൊക്കെ പറഞ്ഞ് കാലി ബക്കറ്റ് വാട്ടിയാട്ടി ചെല്ലുമ്പോൾ അതിനകത്ത് ലക്ഷങ്ങളിട്ട് നിറച്ചു വിടുന്നത് ഈ ശശിയെ പോലെ തെങ്ങേറ്റക്കാരല്ല, ഇതുപോലുള്ള ബിജോയ്മാരാ. അത് ഓർമ്മ വേണം സഖാവേ. ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കുറിച്ച് സഖാവ് എന്നെ പഠിപ്പിക്കണ്ട, എന്നെ ഒട്ടും പഠിപ്പിക്കണ്ട. വിപ്ലവത്തിലാണ് വിശ്വസിക്കുന്നത്. 14 ബിജോയ് തന്നെ മത്സരിക്കും. ഹലോ, ഏത് ചാനല്? ആ ശരി ശരി. സഖാവ ചാനലെന്ന് വിളിച്ചേ. ഏത് കളരിയാ? നമ്മുടെ അല്ല, മറ്റവന്മാരുടെ വെച്ചേ. ബ്രേക്കിംഗ് ന്യൂസ്. പുറത്ത് കിടക്കാൻ ജില്ലാ സെക്രട്ടറി ചാനൽ റിപ്പോർട്ടറോട് അശ്ലീല ചൊവ്വയുള്ള സംഭാഷണം. സ്ത്രീത്വം തുലാസിൽ. തുടങ്ങിയപ്പോഴേ ചങ്ങനപ്പുഴയാണല്ലോ. നക്ഷത്രം എന്തോ ഞാൻ പറഞ്ഞതേ കടക്ക് പുറത്തുനിന്നാണ്. മാധ്യമ സിൻഡിക്കേറ്റ് എന്നെ വളച്ചൊടിച്ച് കിടക്ക് പുറത്തുനിന്നാക്കി. ഇതിപ്പോ എല്ലാം എന്റെ പുറത്തായി. അല്ല, സഖാവിന് അങ്ങനെയുള്ള യാതൊരു കഴിവില്ല. പാർട്ടിക്ക് അറിയാമല്ലോ. സ്ത്രീത്വത്തെ അപമാനിച്ച മേനാശ്ശേരി മനോഹരൻ മാപ്പ് പറയുക. LDP ജില്ലാ സെക്രട്ടറി രാജിവെക്കുക. UDP സിന്ദാബാദ്. ജില്ലാ സെക്രട്ടറി മേനാശ്ശേരി മനോഹരൻ രാജിവെക്കുക. LDP മുർദാബാദ്. മേനാശ്ശേരി മനോഹരനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക. ഇമാതിരി കോലം കെട്ടിലോണ്ട് പാർട്ടിയെ പേടിപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല. തൂക്കിന് മുമ്പിൽ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഈ കോലം. നമ്മളായിട്ട് അലമ്പുണ്ടാക്കണ്ട. UDP സിന്ദാബാദ്. എന്തെങ്കിലും പ്രശ്നം ചേച്ചി നോക്കണേ. പൊങ്ങട്ടെ. പോട്ടെ. പൊങ്ങട്ടെന്നേ. കുറച്ചുകൂടെ. കബീറെ ഒന്ന് ടേൺ ചെയ്തേ. ഇടത്തോട്ട്. എന്റെ KP എന്തൊരു എൻട്രി ആയിരുന്നു KP. നരസിംഹത്തിലെ ലാലേട്ടന്റെ എൻട്രി പോലെ എന്റെ ദേഹമൊക്കെ അങ്ങോട്ട് കോരി തരിച്ചു പോയെന്നേ. ഒന്ന് പോ ചേച്ചി. പക്ഷെ ഗ്ലാമർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ടാൻ ആയല്ലോ ഫേസ് ഒക്കെ. പുതിയ പാർട്ടിക്ക് മേക്കപ്പ് വേണ്ട, ഫുൾ റോലുക്ക. എന്നാലും പാർട്ടി വിട്ടപ്പോ എന്നെ കൂടെ വിളിക്കായിരുന്നു. വിളിച്ചിരുന്ന ഞാനും വന്നേനെ. അത് പിന്നെ നിക്കക്കല്ലിടപ്പോ ഒന്നും നോക്കിയില്ല, അങ്ങ് പോയി. KP ഇനി ഏത് പാർട്ടി ആയാലും എൻ്റെ വീടിൻ്റെ ഗേറ്റ് ഞാൻ KPക്ക് വേണ്ടി തുറന്നിട്ടിരിക്കും. ജർമ്മൻ ഷെപ്പേർഡിനെ പൂട്ടിയിരിക്കും. വരില്ലേ KP? ജർമ്മനി, ഹിറ്റ്ലർ, മാധവൻകുട്ടി,
ഫാസിസം, അയ്യോ അതൊന്നും ഈ പാർട്ടിക്ക് പറ്റില്ല ചേച്ചി. എന്റെ ഹൃദയം ഇന്ത്യക്ക് വേണ്ടിയല്ല, കെ പിക്ക് വേണ്ടിയാ തുടിക്കുന്നത്.